അതായത് പാമ്പ് കടിയേൽക്കാറുണ്ട് പലർക്കും. നമ്മൾ വല്ലാതെ പരിഭ്രാന്തിയായി പോകുന്ന ഒരു സംഭവമാണ്. ആശുപത്രിയിൽ ചെന്നാൽ ഏത് പാമ്പ് കടിച്ചു എന്നൊക്കെ ചോദിക്കുക, അത് ചിലപ്പോൾ അറിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. എന്തായാലും ഉത്തർപ്രദേശിലെ ഒരു രക്ഷാക്കാരൻ അദ്ദേഹം പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തി. പതിവ് പോലെ ഏത് പാമ്പാണ് കടിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമല്ലോ. നേരെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പാമ്പിനെ എടുത്തങ്ങ് കൊടുത്തു. ഡോക്ടർമാരാകെ പേടിച്ചു പോയി. ആശുപത്രിയിലാകെ ബഹളമായി. മറ്റു രോഗികളുടെയൊക്കെ ജീവൻ അപകടത്തിലാക്കുമെന്ന ഒരു വലിയ ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും പോലീസിനെ വിളിക്കേണ്ടി വന്നു. പാമ്പിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ അവസ്ഥ അറിയില്ല. കാണാം. इसमें खा लिया है आपको? हाँ। नहीं लेके क्यों इधर साइड में और जरा निशान आधे घंटे पहले आता मना कर दी. ശരി, ഇതാണ് ദൃശ്യങ്ങൾ. രഞ്ജിഷുണ്ട്. രഞ്ജിഷ്, എനിക്ക് മനസ്സിലാവാത്ത ഇദ്ദേഹത്തെ കടിച്ച പാമ്പിനെ എങ്ങനെ കൂളായിട്ട് വളർത്തുമൃഗത്തെ പോലെ കൊണ്ടുവരുന്നു? ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാമ്പാണോ അതോ അദ്ദേഹത്തെ വേറെ വല്ലതും കടിച്ചാണോ? ദിവിഷ്, അദ്ദേഹം തന്നെ വളർത്തുന്ന പാമ്പാണോ ഇത് എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം എന്തായാലും വന്നിട്ടില്ല. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 39-കാരനായ ദീപകാണ് ജില്ലാ ആശുപത്രിയിലേക്ക് പാമ്പുമായി എത്തിയത്. പാമ്പ് കടിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്കായാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നത്. ആ സമയത്ത് ഡോക്ടർക്ക് മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം കടിച്ച പാമ്പ് ഏതാണെന്നത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ജാക്കറ്റിനുള്ളിലെ പോക്കറ്റിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കുന്നത്. അതോടുകൂടി ഡോക്ടർ ആകെ പരിഭ്രാന്തനായി. കാരണം നിരവധി രോഗികളുള്ള ഒരു ആശുപത്രിയാണ്. രോഗികൾക്കെല്ലാം അപകടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ പുറത്തു കൊണ്ടുപോകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഈ പോലീസ് എത്തി പിന്നീട് ഈ പാമ്പിനെ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ആശുപത്രിയിലുള്ള രോഗികൾക്കൊന്നും അപകടമുണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരം നൽകുന്ന ഒന്ന് തന്നെയാണ്.